100 ഏക്കർ കുരുമുളകും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അതെ എളിയാ ഒന്ന് തിമ്മപ്പാ ഇതുവരെ കണ്ട പെണ്ണായിരുന്നു. അതവരുದು അപ്പൊ ഇനിയുള്ള ನಂದು മലയെ എങ്ങോട്ട് വാ വാ ഇത് ചെലവിന് സ്ഥലം വിട്ടു. ಏನ್ರಿ ഇനി ആളെ പറ്റിക്കാൻ മുട്ടിയെ അടിച്ചു പിടിച്ചോളെ പറഞ്ഞോളൂ. ಮಾತಾಡಬೇಡ ಹೋಗಿ ಅಮ್ಮ ನಿನ್ನೆ ನೋಡ್ಲಿಕ್ಕೆ ಬಂದವರು വേറെ നോക്കാം. ಬೇರ್ತಾರ ಅಮ್ಮ നല്ല പൊണ്ണപ്പാ ഈ ഫോക്സോ ഒന്ന് കേട്ടിട്ടുണ്ടാ? എന്നാ ഞാൻ കാണിച്ചാൽ വേണ്ട. ഇയാളെ പറഞ്ഞു കേട്ടില്ലേ? ശൈശവാക്കം ജാമ്യം പോലും കിട്ടില്ല. ഞാൻ ശരിയാക്കി തരാ. ഏ നിന്നെ നോಡ್ಲಿಕ್ಕೆ ಬಂದವರು ഇപ്പൊ എന്താ അജ്ജി ആടേക്ക് ആടേക്ക് പറയല്ലേ. അത് പിന്നെ മരത്തെ കുടുങ്ങിയപ്പോ വലിച്ചപ്പോ വനചേച്ചി കണ്ടിക്കണ്ടെങ്കിൽ മറ്റല്ലേ വെട്ടിയിടി ഒരു ഇങ്ങോട്ട് ഓന്റെ സ്കൂൾ കുട്ടികള് നല്ല മഴ പെയ്ത ഒരു തുള്ളി പുറത്തു പോലെ. ಇದು ಹುಡುಗಿ ಮನೆ. ನಮಸ್ಕಾರ. ಇದಮ್ಮ, ಇದು ಮಾಮನ್, ಇವರು ಹುಡುಗ. ಇವರು ಎಲ್ಲ ಫ್ರೆಂಡ್ಸ್ಗಳು. ಎಲ್ಲಿ ನಿಮ್ಮ ಮಗಳು? ಕರೀರಿ. ಕಾವೇರಿ. എനക്കൊക്കെ എന്നിട്ടാ പിന്നെ നിർത്തി ಬಾಪಾ. വിശേഷം ചോദിച്ചല്ലേ എന്നറ ചേച്ചി ഇവർക്ക് സംസാരിക്കണം. ಇವರು ನಿಮ್ ಜೋದಿಗೆ ಮಾತಾಡಬೇಕು. ಆಯ್ತಾ? ಆಯ್ತಮ್ಮ. ಪಾಪ ചെല്ല് ಬರೋ. ചെല്ല്. ಬನ್ನಿ, ഇപ്പൊ ഒരാളിയാ. ನೀವು ಮಾತಾಡಿ. ಹೋಗಮ್ಮ. ഹലോ ഹലോ. എന്താ പേര്? ആ അമ്മ ಏಮ ನಿಮ್ಮ ಹೆಸರು ಏನಂತ ಕೇಳಿದ್ದ? ಕಾವೇರಿ. ആ കാവേരി നല്ല പേര്. ನೀವು ಏನ್ ಕೆಲಸ ಮಾಡ್ತಿದ್ರ? ആ, എന്താ? നിന്റെ ജോലി എന്താന്ന്? ആ ഓ പെയിന്റിങ്. കോൺട്രാക്ട് ആ കാറുണ്ട് അവർക്ക്. കാറല്ല, ഇതേ മനയിൽ നീന്ത്. അതെ നീ ചോദിക്ക. പേരൊന്ന് ചോദിക്കാലോ. പേരേക്കേ മോളെ പേര് വയസ്സെത്രേ? നിൻ വയസ്സ് എത്രൂന്ന്? 19. 19. എനക്ക് വയസ്സ് 29 ആയുള്ളൂ. 29. 29. ಅಮ್ಮ ಎನ್ನೆ ಇಷ್ಟ ಅನ್ನೋನೊಂದು ಚೂ ಅವನು ನಿಮ್ಗೆ ಇಷ್ಟ ಆಯ್ತಾ ಅಂತ ಕೇಳುತ್ತಾರೆ. അലിയ ഓക്കെ. എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എനക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ഫിക്സ് ചെയ്തോട്ടെ? അലിയ ഫിക്സ് ചെയ്തിക്കില്ലേ? 50,000 കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല. ಹಣ ಇಟ್ಕೊಳ್ಳಿ. ആയിത്തമ്മ. ഈശ്വര ഇതെങ്കിലും ഒഴിവാകാണ്ട് കാത്തോളൂ. ഈശ്വര കുട്ടീന്റെ മനസ്സിലാകാണ്ട് കാത്തോളൂ. അതെ ഇന്ന് ലേശ കുറി എടുത്തിട്ട് ഞാൻ നോക്കിട്ട് കൊടുത്തോട്ടെ. ഒറ്റ ഒരുവിധം ഒന്ന് ചാലുവാക്കി കൊണ്ടുവരുന്ന. അതെ വേറെ ആർക്കും കാണിക്കണ്ടെന്നൊന്ന് പൈസ കൊടുത്ത് ബുക്ക് ചെയ്തല്ലേ വേറെ ആരെ കാണിക്കൂല. അപ്പൊ ശരി വരട്ടെ. നീ ഇങ്ങോട്ട് വാ. ഇപ്പം വിടും ഇവിടുന്ന്. ബൈ. ഇപ്പൊ സുന്ദരനാക്കി തരാട്ടോ. ബാബിതേ, ഇത് എനിക്കുള്ളതാ. എന്നാലും എൻ്റെ മോനെ, എനിക്കൊരു പെണ്ണ് കെട്ടാൻ വേണ്ടി ഇനി അങ്ങ് കൊടുവ് വരെ പോണ്ടി വന്നില്ലേ? ഓ, എനിക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ എനിക്ക് എന്തേലും ഞാൻ കല്യാണം കഴിച്ചു തരുവേനും. വല്ലാണ്ട് അങ്ങ് തിടകല്ലേ. ഞാൻ നിങ്ങളെ ആങ്ങളേന്റെ മോളെ ചോദിച്ചപ്പോൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ പുളുത്തൂന്നല്ലേ പറഞ്ഞേ? എനക്ക് കൊടകമായി. ഞാനെന്ത് പറഞ്ഞു? സങ്കടം കൊണ്ട അമ്മായി. അച്ഛൻ എടയാ? ಚೆನ್ನಾಗಿದ್ರಾ? കാല് പിടിക്കല്ലേ? ഈ അവസാന നിമിഷത്തിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞു. അതെന്തായാലും ഒന്ന് സെറ്റാക്കി തരണം നിങ്ങൾ.
കഴിച്ച ಬ್ಯಾಕ್ ಸೈಡ್ ಅಲ್ಲಿರೋ ಫ್ರೆಂಡ್ಸ್ ಎಲ್ಲ ನಮ್ಮ ಮನೆಯಲ್ಲ ಬಂದವರಾ? ഓനാണ് ഫ്രീ കൊടുക്കുന്നത്. ഒരു പൈസ അറേഞ്ച് ചെയ്യേണ്ട ആളല്ലേ. ഒരു മിനിറ്റ് ആ ഫ്രോഡ് കൊണ്ട് കുണ്ടുണ്ട്. ഓനാ പണിനെ മറിച്ചിട്ട്. എടാ എന്തോ പറയുന്നു. ഹായ് ഹായ് ಚೆನ್ನಾಗಿದ್ದೀಯಾ? നിന്റെ കാർ എടുത്തുന്നാ ചോദിക്കുന്നത്. കാർ ഇവനാ. അത് തിമ്മപ്പം മുളവന്റെ ഫോട്ടോ എടുത്തേ കാറിന്റെ മുകളിലുള്ള ആ ഫോട്ടോ വെച്ചിട്ട് ഒരു കച്ചവടം വെച്ചിട്ടുണ്ടാവും. ഇവർ മന്ദൻ. അതെ 10 പൈസ ഓൻ്റെ അടുത്ത് എടുക്കാനില്ല. പറയാൻ്റെ കുറച്ചും കൂടെ എപ്പോഴും പറയണ്ടല്ലേ. പിന്നെ വിളിക്കാം. എന്ത് കാറെങ്കിൽ കാറ് നടന്നാൽ മതിയെന്നു. ഈ നാട്ടില് ഇങ്ങനെ കൊടകുന്നൊരു കല്യാണം ഇതാദ്യമായിട്ടാ. നിങ്ങളെ നാട്ടിലെ രീതിയൊക്കെ ഒന്ന് പറ. പെണ്ണിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്കൊരു എഗ്രിമെന്റ് വേണം. അതിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. അതിന്റെ കണക്കുകൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം. അതെല്ലാം നമ്മൾ ബ്രിഗേഡ്സിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ നാട്ടില് ഒരു തനതായ സംസ്കാരമുണ്ട്, ഒരു തനതായ രീതിയുണ്ട്. അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം എഗ്രിമെന്റ് ഉണ്ടാക്കാനും മുമ്പോട്ട് പോകാനും. എല്ലാം ഓക്കെ. എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് വന്നു ചേച്ചി. അതെവിടെ ഉണ്ട്? ബ്രോക്കർ പറഞ്ഞ് റെഡിയാക്കി വെച്ചാ. അതൊന്ന് വായിക്കാം. മലയാളത്തിലും കന്നഡയിലുണ്ട്. മലയാളത്തിൽ വായിക്കും. മേമുണ്ട് അംശം ചാത്തോത് ദേശം വാണമ്പറമ്പിൽ നാണുമകൻ ബ്രിഗേഷും കുടക് ബോണിക്കുപ്പ SR ഹജ്ജ് നഗർ സോമപ്പ കാവേരി തമ്മിൽ നടത്തുന്ന കല്യാണത്തിന് സ്ഥലം പാർട്ടി സെക്രട്ടറി വനജയുടെ മുഖതാവിൽ ബന്ധപ്പെട്ടവർ ഒപ്പുവെക്കുന്നതാണ്. എല്ലാവർക്കും കേൾക്കാനല്ല. തീരുമാനിച്ചുറപ്പിക്കപ്പെട്ട ബ്രോക്കർ ചാർജ് 1 ലക്ഷം രൂപയുടെ പകുതി കല്യാണം ഉറപ്പു നൽകുന്നെന്നും ബാക്കി പകുതി കല്യാണ തലേന്നും ബ്രോക്കർമാരെ ഏൽപ്പിക്കേണ്ടതാണ്. വധുവിന് ഇത് ഇവിടെ ഉറപ്പിച്ചു പോയിനെ. 1 ലക്ഷം രൂപയും പൂ മോഡൽ കുറച്ച് നീട്ടിയിട്ടാണ്. കക്കൂസ് എടുക്കാനുള്ള ചാർജും വല്ല മാറ്റം ഉണ്ടെങ്കിൽ ആടേക്ക് വിളിക്കാം. 1.5 ലക്ഷമാണ് നമ്മുടെ കൂലി. അറിയാലോ, അത് മറക്കണ്ട. കല്യാണം ഉറപ്പ് നൽകി 1 മാസത്തിനുള്ളിൽ പൂമൂടൽ ചടങ്ങ് നടത്തപ്പെടുകയും അവിടെ നിന്നൊരു മാസത്തിനുള്ളിൽ അവന്റെ പേര് ഞാൻ കാത്തിക്കണ്ട. കല്യാണപ്പെടുന്നതുമാണ്. 5000 റുപ്യ അധികം കിട്ടിയ ഊറോളം വേറെ ആർക്കെങ്കിലും മാർക്ക് എനക്കത് തോന്നുന്നു. എന്താ മത്തി കച്ചവടം. പൂമൂടലിനുള്ള 8 തേങ്ങ ഒഴികെ ബാക്കിയെല്ലാം ബ്രോക്കർ തിമ്മപ്പയുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും കൊടുക്കപ്പെടുന്നതാണ്. സൈൻ ചെയ്യേണ്ട ആളെ പേര് ഞാൻ ഇവിടുന്ന് വിളിച്ചു പറയാം. ഒന്ന് ഓരോരുത്തരായിട്ട് വന്ന് ഒപ്പിട്ട് സോമപ്പ എച്ച് രാജു എച്ച് ബ്രോക്കർ തിമ്മപ്പ ഒന്നിങ്ങ് മുന്നോട്ട് അതിന് ഒപ്പിട്ടാന്നേക്ക്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒപ്പിട്ടോട്ടെ. എന്തായി? പാല് വാങ്ങിക്കില്ല വനജേ. മറിയുമ്പോ എന്താ കുന്തം പോലെ നോക്കി നിക്കുന്നേ? പോയി ആട്ടിനെ കറന്നോളി. ആട്ടിന്റെ കറവ് വരിട്ട് 6 മാസമായി വനജേ. എന്നാ ഇനി പോയി വാങ്ങിക്കൊണ്ടിരി. ഞാൻ പോകൂലേ, എനിക്കിത് കാണണ്ടേ? ഇതെന്ത് കാണാനാ? എന്താ പാർട്ടി സമ്മേളന? ഒരു പാലിന്റെ കാര്യത്തിലും ആരും നമ്മെ തോപ്പിക്കാന്ന് വിചാരിക്കണ്ട. കട്ടൻ ചായ കൊടുത്തോളി. അതാ നമ്മളെ സംസ്കാരം. ചേച്ചി ഞാള് ചെറുത് 2 അടിക്കുന്നുണ്ടേ. കുടിച്ചു കളിക്കാൻ നേരം കാലം ഇല്ലല്ലോ. 2 അടിച്ചു കഴിഞ്ഞാൽ നേരവും കാലം നമ്മൾ പറയുന്നല്ലേ. മത്തി കറി വെച്ച് കൂട്ടിക്കോ. പോത്ത് കാത്തു കെട്ടല്ലേ. നല്ല ഉപമ. എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാ. ഫോണില് പഞ്ചേച്ചിനോട് പറയാം. പഞ്ചേച്ചി ബ്രിഗേഷിന്റെ പെണ്ണാന്ന് വീഡിയോ കോള്. അതാ ഒരെണ്ണം വേണം. ഹായ്. മേഹും വനജാഹും. ಹಿಂದಿ ಅಲ್ಲ ಕನ್ನಡಲ್ಲೇ. ಇವರು ನಮ್ಮ ಪಾರ್ಟಿ ಸೆಕ್ರೆಟರಿ. LDF നാം എത്ര കഷ്ടപ്പാട് കേൾത്തു. ഓളെ കഷ്ടപ്പാട് തീരുമല്ലോ നമ്മളെ പൈസ കൊടുത്തിനല്ലോ. ലാൽ സലാം. ലാൽ സലാം. ഏടത്തി മതിയാക്കടാ. ദേ ഇങ്ങടെ മരുമോളാ. എടെ കാണട്ടെ. കാണുന്നില്ല വനജ, ഒരു കറുപ്പ്. പിടിച്ചോ. നോക്കട്ടെ. മോനെ ആരെയാ നീ കണ്ടുപിടിച്ചേ? വനജേ ഇപ്പണ്ട് വേണ്ട. ഇവളും എല്ലാം ഒരാട്ടിയേറ്റ പണിയാ. ഇങ്ങനൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്ന നാട്ടുകാരുടെ പോന്ന് നോക്കട്ടെ. ഞാൻ കേട്ടൂല. ഈ പൊരയില് ഞാൻ കേട്ടൂല. എന്റെ ജീവൻ പോയാലും കാണാൻ കിട്ടൂലെ. എന്ത് നട കാണുന്നത്? അമ്മ ഇത് നൈറ്റ് ഡ്രസ് അല്ലേ? എന്തൊലൊക്കെയായാലും ഈ പെണ്ണിനെ പറഞ്ഞു കൊടുക്കേ.
ഇറങ്ങിപ്പോടാ. ഒരു ജട്ടിയിട്ട പെണ്ണെ കൊണ്ട് ഒന്നുമില്ല. വന്നിരിക്കുന്നു. ജട്ടിയിട്ട പെണ്ണെ കൊണ്ട് വന്നിരിക്കുന്നു. ജട്ടിയില്ലാത്ത പെണ്ണെ കൊണ്ട് വാ. പോ, പോ. അങ്ങനെ അതും പേടി ആയിഷ. എൻ്റെ അമ്മയ്ക്ക് ഷഡ്ഡിയിട്ട പെണ്ണുങ്ങളെ പറ്റൂല. എൻ്റെ ഉമ്മ, എൻ്റെ മറിയമ്മ എടുത്തു തന്ന പൈസ മൊത്തം പോയി. പൈസ പോട്ടടി. ഒരു ഈർക്കിലി കമ്പയില് സാരി ചുറ്റിയ പെണ്ണിനെങ്കിലും എനിക്ക് തന്നൂടെ ആയിഷ? ഞാൻ അത്രയ്ക്ക് മോശ. മോനെ ബ്രിഗേഷേ, ആ എനിക്ക് കിഴങ്ങ് പുഴുങ്ങിയ വേണം മോനെ. വേണ്ട മറിയമ്മ, എല്ലാം പോയി മറിയമ്മ. നിങ്ങളല്ലേ എനിക്ക് തുപ്പി കളിക്കാൻ കോളാമ്പ് കിട്ടിയെന്ന് പറഞ്ഞ. എന്തിനാടാ നീ പൈകാര്യം പോലെ കരയുന്നേ? അത്ര മുട്ടുണ്ടെങ്കിൽ വായത്തട വെട്ടിക്കോടാ. കഴുത കരഞ്ഞത് കേട്ടു. നീ കള്ളു കുടിച്ചു പോയി ചാവടാ. അളിയാ കള്ളാ, ആഴത്തിൽ ഒളിച്ചിക്കാണ്ട് വാടാ. വെള്ളിപ്പുറത്തിലളിയ ശ്രീനാഥ് ഞാൻ ആ, സ്നേഹിച്ചല്ലേ? തൊട്ടാ കൈ വിട്ടു. ആകെ ഒരു പെട്ടു. അച്ചുട്ടി ഇരായിക്ക് വന്നിട്ടാ? ആ, രണ്ടാളും ഉണ്ടല്ലോ. എന്താ അത്? ബിരിയാണി. ആ, ചിക്കനുണ്ടോ? ദുബായ് പോക്കറെ വീട്ടിലെ മംഗലത്തിന് പൊലച്ചക്ക് വെച്ച ചോറ. ഇഞ്ഞായിട്ടത് വേസ്റ്റ് ആക്കണം. ഒന്ന് പോയിക്കൊടു വാപ്പാ. ആ, നിങ്ങളാരാ മമ്പറും തങ്ങളോ? ദാനധർമ്മി വന്നിക്ക്. ആ, എനിക്ക് നല്ല കഞ്ഞിയും ചമ്മന്തിയും തന്നെയാ. അച്ചുട്ടി അതിന്റെ നോല് പൊട്ടി. ഈ ഏടുന്നട മന്ദ ഹൗസിനടിച്ച റമ്മ കെട്ടിക്കോളും. എന്ത് വാങ്ങാത്തില്ല കേട്ടോ. ഫോണും പോയാൽ മതി. എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ തീരുള്ള അല്ലയാ. ഇനി എൻ്റെ അവസാനത്തെ ഐഡിയ എനിക്ക് പറഞ്ഞുതരാം. ബ്രിഗേഷേ, എൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടാ പ്രേമിച്ച് സെറ്റാക്കാൻ പറ്റി? എനിക്ക് പ്രേമ എനക്കാവുകയല്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയുടെ പ്രേമം തോന്നിട്ടുള്ളൂ. ഒരേ ഒരു പെൺകുട്ടിയോട്. നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് അവളോട് ആദ്യമായിട്ട് ഇഷ്ടം തോന്നി. അന്ന് അവള് 10ാം ക്ലാസ്സിലാ. അന്ന് എനിക്ക് ഇഷ്ടം കൂടിയപ്പം ഓളെ കൈ ഞാൻ കടിച്ച് മുറിച്ചിട്ടുണ്ട്. മുത്തപ്പൻ കാവി പയൻകുറ്റി കഴിഞ്ഞ് വരുമ്പം വരമ്പത്ത് കയറി നിന്ന് ഓളെ മേലെ ഞാൻ മൂത്രമൊഴിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാ മോനെ. ഞങ്ങളോട് പറയാതെ എൻ്റെ കുഞ്ഞു ഹൃദയത്തിൽ എന്തെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പറടാ. ഓളോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. എന്നിട്ടെന്താ ഇനി കേട്ടാണ്ടെന്ന്? കെട്ടിച്ച് തരൂലളിയാ. ഓളെ കെട്ടിയതുവരെ കഴിഞ്ഞില്ല. ഓള് സർക്കാർ ഉദ്യോഗസ്ഥനെ വെയിറ്റ് ചെയ്തിരിക്ക. പാവം
ഓളിപ്പോ റിട്ടയർഡ് ദിവസം കല്യാണം കഴിക്കാൻ വരണം. ഓളുടെ ഏട്ടൻ ഹിറ്റ്ലറാ. ഹിറ്റ്ലർ മാധവൻകുട്ടി. 5 പെൺകുട്ടികളാ. മൂത്ത പെണ്ണാ ഓള്. വാടക വീട്ടിലാ താമസം. നോളെ വളച്ചിടറായി. നിങ്ങൾ എൻ്റെ കൂടെ നിന്നാ ഞാൻ റെഡി. വാ, ഇപ്പൊ തന്നെ വാ. നല്ല സമയം. ഈ പാതയത്തിൽ കാണാ പെണ്ണന്വേഷിച്ച് പോകുന്നത്. അളിയ ഓളെ പേരെന്നാ അളിയ? സുലു 10th T.